Gospel of Matthew chapter 5 and verse 3. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ദയവായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഒരാൾക്ക് ദയവായിട്ട് ആ വേദഭാഗം മൈക്കുള്ളവർ ദയവായിട്ടത് വായിപ്പാൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനായിട്ടുള്ള വേദഭാഗമാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ളതാകുന്ന അല്ലെങ്കിൽ 12 വരെയുള്ള വേദഭാഗം എന്നുള്ളത് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നിശ്ചയമായിട്ടും ഗ്രഹിക്കണം. പല പ്രാവശ്യം അത് ഞാൻ പറഞ്ഞുവെങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുത്തെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അവിടുന്ന് പ്രസംഗിച്ചു തുടങ്ങിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നുള്ളത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഓർ ഇൻ അതർ ഗോസ്പെൽസ്, ഈവൻ ഇൻ ദ ഗോസ്പെൽ ഓഫ് മാത്യു ഇറ്റ്സെൽഫ്, ഇറ്റ് ഈസ് സിനോണിമസ്ലി കോൾഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അത് പ്രസംഗിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ കാര്യം സംസാരിക്കുന്നത്. ആൻഡ് വെൻ യു read the word, it is not only Jesus but the apostles also preached. The message of the apostles were the kingdom of God. For example, Acts of the Apostles chapter 20 and 25. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിക്കാം. Acts 20:25 എടുത്തവർക്ക് വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ നോക്കുക, പോള് തൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് his whole preaching ministry comes under the kingdom of God. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം ദൈവരാജ്യം, യേശു കർത്താവിൻ്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ പ്രസംഗം അത് പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് മത്തായി എന്ന സുവിശേഷകൻ നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് ലഭ്യമായ ഈ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന തിരുവചന ഭാഗം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായി 2 ആസ്പെക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദ കിങ്ഡം ഓഫ് ഹെവൻ ഓർ കിങ്ഡം ഓഫ് ഗോഡ് അറ്റ് പ്രസൻറ്റ്. ദ പ്രസൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് സ്ട്രെസ്ഡ് throughout the New Testament, and also the New Testament speaks about the future aspect of the kingdom of heaven, the literal physical reign of Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഈ ഭൂമിയിൽ അക്ഷരീകമായിട്ട് അവിടുന്ന് വാഴുന്ന ആ വാഴ്ചയെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ അനേക ആസ്പെക്ട്സ്, അനവധി ഘടകങ്ങൾ അല്ലെങ്കിൽ അനവധി മുഖങ്ങളുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ്
ശിശുക്കളെ പോലെ ആകാഞ്ഞാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പിന്നെ പറഞ്ഞു, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾ ഒരു ശിശുവിനെ പോലെ കൈക്കൊള്ളണം. നോക്കുക, സ്വർഗരാജ്യം കൈക്കൊള്ളുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പിന്നെ ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനാകുന്ന പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. ഈ വാദഭാഗങ്ങളെല്ലാം നമുക്ക് ഫെമിലിയറാണ്. സോ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, the message of the gospel is nothing but the kingdom of heaven or the kingdom of God. സുവിശേഷത്തിൻ്റെ സന്ദേശം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് നാം വരുന്നതാണ് സ്വർഗരാജ്യം. We come under the reign of God and his Christ. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമുണ്ടാകുകയില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. സോ ക്രിസ്തുവിൻ്റെ രാജ്യമെന്നും ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന the reign, the life changing reign of God and his Christ is the message of the gospel. സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ജീവന് വ്യത്യാസം വരുത്തുന്ന ദൈവത്തിൻ്റെയും അവിടുത്തെ ക്രിസ്തുവിൻ്റെയും വാഴ്ചയ്ക്കാണ്, ഭരണത്തിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ ജീസസ്, in the backdrop of his preaching of the kingdom of heaven, he opened his mouth and began teaching his disciples. അവിടുത്തെ ശിഷ്യന്മാരെ ഈ ഒരു പശ്ചാത്തലത്തിൽ he is in fact speaking about the norms of the kingdom of heaven or kingdom of God. കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണം എന്താണ് എന്നാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ പ്രാരംഭവാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് അതിനെ പൊതുവെ വിളിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ളതിനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞു, ഒരു കർത്തൃഭൃത്യൻ്റെ റൈറ്റപ്പിൽ ഞാൻ വായിച്ചത് 8 beautiful attitudes that should mark the true follower of Christ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു ശിഷ്യനാരെന്ന് അടയാളപ്പെടുത്തുന്ന 8 മനോഹരമായ മനോഭാവം അല്ലെങ്കിൽ ജീവിത രീതി. സോ in the beatitude, Jesus is not telling us how to become a Christian. Rather, the Beatitudes, and to be sure, the rest of the passage describe what a true Christian is like. യേശു ഇവിടെ നമ്മോട് പറയുന്ന കാര്യം, എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി തീരാം എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ഒരു ക്രിസ്ത്യാനി എങ്ങനെ ഇരിക്കുമെന്ന് കർത്താവ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് റാദർ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ദാൻ എ പ്രിസ്ക്രിപ്ഷൻ ടു ബി എ ക്രിസ്ത്യൻ. അതാണ് ബിയാറ്റിറ്റ്യൂഡ്സ്. അങ്ങനെയാണെങ്കിൽ നാം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീസസ് ഈസ് നോട്ട്
telling us how to get into heaven. In other words, if you are poor in spirit, ആത്മാവിൽ ദരിദ്രനായാൽ, if you mourn, if you are meek, and so on and so forth, you will enter into the kingdom of heaven. No, that would be salvation by works. യേശു കർത്താവ് ഇവിടെ പറയുന്നത്, ദുഃഖിച്ചാൽ, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായാൽ, അല്ലെങ്കിൽ സൗമ്യതയുള്ളവനായാൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നല്ല. അങ്ങനെ പഠിപ്പിച്ചാൽ അത് പ്രവൃത്തിയാലുള്ള രക്ഷയാണ്. നേരെ മറിച്ച് യേശു കർത്താവിൻ്റെ ടീച്ചിങ്സ് ഈസ് വെരി unmistakable. As I have already told you, although there was a big, large crowd out there, the very target audience of his teachings were his disciples. ഒരു വലിയ സമൂഹം അവിടെ ഉണ്ടെങ്കിലും യേശു കർത്താവ് സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് തൻ്റെ ശിഷ്യന്മാരെയാണ്. സോ ഹി ഈസ് ടെല്ലിങ് us, ഹി ഈസ് ടീച്ചിങ് us how to spot a Christian, a disciple. എങ്ങനെയാണ് ഒരു ഡിസൈപ്പിളിനെ സ്പോട്ട് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ ചില കാര്യങ്ങൾ വിശദമാക്കാം. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് യു അണ്ടർ എ സ്പിരിച്വൽ ഗിൽറ്റ്. ഒരു ആത്മീക കുറ്റബോധത്തിൽ നിങ്ങളെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഐ ഹാവ് ടു ക്വിക്ക്ലി കംപ്ലീറ്റ് വാട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈ ദ വേ, ഞാനത് പറയുമ്പോൾ നിങ്ങളാരും ചിന്തിക്കരുത് ഞാൻ ഇതിനകത്ത് ഓക്കെയാണ്, നിങ്ങളാണ് ഇതിനകത്ത് നന്നാണ്ടി. അങ്ങനെയല്ല. I always remember a servant of the Lord whom I admire so much. And he once said, when I preach, I am telling my congregations like a beggar telling other beggar where to find bread. ഞാനൊരു യാചകനെ പോലെയാണ്. യാചകൻ മറ്റൊരു യാചകനോട് എവിടെ ഭക്ഷണം കിട്ടുമെന്ന് പറയുന്നതേ ഉള്ളൂ. ദിസ് ഈസ് ദ മിനിസ്ട്രി. പിന്നെ ഞാൻ പല കാര്യങ്ങൾ നിത്യജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ നമ്മളാരും അത് എന്നെ വ്യക്തിപരമായി പാസ്റ്റർ ടാർഗറ്റ് ചെയ്തതാണ് എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. നോ, എനിക്കൊരിക്കലും ആരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുവാൻ താല്പര്യമില്ല. പിന്നെ അത് പറയുമ്പോൾ നിശ്ചയമായിട്ടും നമ്മെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ കാണാനായിട്ട് പരിശ്രമിക്കണം. ദൈവവചനത്തിൻ്റെ, കാരണം നമ്മുടെ എല്ലാ എയിം എന്താ, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? നമുക്ക് കർത്താവിനെ പോലെ ഈ ഭൂമി ജീവിക്കണമെന്നല്ലേ? അല്ലേ? അപ്പോൾ നമ്മുടെ എയിം അതാണ്. നമുക്കൊരു ഗോളുണ്ട്. ആ ഗോളിലേക്ക് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുക. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് 2-3 വർഷം നിങ്ങളെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് നിങ്ങളുടെ പേഴ്സിൻ്റെ ഖനം കുറച്ചുകൊണ്ട് പോകാനൊക്കെയുള്ള വിദ്യ വേണമെങ്കിൽ പറ്റും. ബട്ട് ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഞാനത് ചെയ്യുകയില്ല. കാരണം അങ്ങനെ ചെയ്താൽ ചില പ്രവാചകങ്ങളിൽ വായിക്കുന്നത് പോലെ എനിക്ക് അയ്യോ കഷ്ടം.
എൻ്റെ ഇൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ, എനിക്ക് ദൈവം ബോധ്യമാക്കി തന്ന സന്ദേശത്തെ എൻ്റെ ജീവൻ പോവോളം അത് കൈമാറുക, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പകൽ സമയം തുടർന്ന് ഈ വേദഭാഗം നമുക്കൊന്ന് ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ആ വേദഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരാം. ഓരോ ബിയാറ്റിറ്റ്യൂഡും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. There are 3 parts to each beatitude. ഓരോ ധന്യൻ, നമ്മളതൊക്കെ കണ്ടു. ബ്ലസ്സഡ് എന്ന പദമാണോ ധന്യൻ എന്ന പദമാണോ കൂടുതൽ ആപ്റ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ധന്യൻ എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ബീങ് ബ്ലസ്ഡ്. നമ്മൾ സാധാരണ ഭാഗ്യവാൻ എന്ന് പറയുന്ന ആ ഒരർത്ഥമല്ല ഈ വേദഭാഗത്തിനുള്ളത്. ഇറ്റ് ഈസ് ഗെയിനിങ് ഡിവൈൻ അപ്രൂവൽ, ഗോഡ് approving my life. That is the state of blessedness we are speaking about. നമ്മളിവിടെ ചിന്തിക്കുന്ന വിഷയം ദൈവത്താൽ ദൈവം അപ്രൂവ് ചെയ്യുക, ആ അപ്രൂവ് ചെയ്യപ്പെടുന്ന ജീവിതം എന്താണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് തിരയേണ്ടത് ഡിവൈൻ അപ്രൂവലാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പലരും എന്നോട് പറഞ്ഞു, ഈ ആഴ്ചയിൽ ഞാൻ ഫേസ്ബുക്ക് തുറന്നേ ഇല്ല പാസ്റ്ററെ. ഫേസ്ബുക്ക് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്നുകൊണ്ട് കുഴപ്പമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു നല്ല ഒരു ഫീഡ്ബാക്കായിട്ട് ഞാൻ മനസ്സിലാക്കി. അറ്റ്ലീസ്റ്റ് സംബഡി വാസ് ടച്ച്ഡ്. ഓക്കെ, കാരണം വി ഡോണ്ട് വാണ്ട് ടു സീക്ക് മെൻസ് അപ്രൂവൽ, വി വാണ്ട് ടു സീക്ക് ഗോഡ്സ് അപ്രൂവൽ, ദൈവത്തിൻ്റെ അപ്രൂവൽ. വി വാണ്ട് ടു ബി ബ്ലെസ്ഡ്, വി വാണ്ട് ടു ബി ബ്ലെസ്ഡ്. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ഗുണമായിരിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ഗുണങ്ങളാണ് ഓരോന്നോരോന്ന് യേശു പറയുന്നത്. ഹൗ ടു മാർക്ക് എ ക്രിസ്ത്യൻ, ഹൗ ടു സ്പോട്ട് എ ഡിസൈപ്പിൾ, ദാറ്റ്സ് വാട്ട് ജീസസ് ടെൽസ് us here. അത് പറയുമ്പോൾ അതിന് 3 കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഒന്ന്, there is a blessing, or അതിനൊരു ധന്യതയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു there is a reason for being blessed. There is a reason. And thirdly, we have seen there is a reward for each beatitude. ഓരോ ധന്യൻ എന്ന് പറയുന്ന ആ വർണ്ണനയ്ക്കും ഈ 3 ഭാഗങ്ങൾ, ഒരു പ്രതിഫലമുണ്ട്, ഒരു കണ്ടീഷനുണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ ബിയാറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ധന്യർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹിന്ദിയിലൊക്കെ അത് വളരെ കൃത്യമാണ്. ധന്യ ഹേ വോ, വോ എന്താ പറയുന്നേ, ആത്മാമേ ദീൻ ഹോ, അല്ലേ? അങ്ങനെയല്ലേ സ്റ്റോണി? അല്ലേ? ദീൻ ഹോ, ധന്യ ഹേ ഹോ വോ, ധന്യ ഹേ. ധന്യരാണ്. ആരാണ് ധന്യർ? യേശു പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ധന്യർ. ആ ഒരു പദപ്രയോഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ കൾച്ചർ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ കൾച്ചറിന് നേരെ വിപരീതമാണ് യേശു പറയുന്നത്. ലോകത്തിൻ്റെ ചിന്തയിൽ
സെൽഫ് അസർട്ടീവായിട്ടുള്ള, ഉറക്കെ സംസാരിപ്പാൻ കഴിയുന്ന അങ്ങനെയൊക്കെയുള്ളവരാ മഹാന്മാർ. യേശു പറഞ്ഞു അങ്ങനെയല്ല. ആത്മാവിൽ ദരിദ്രരായവർ ധന്യർ. എന്താണ് ആത്മീക ദാരിദ്ര്യം? പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്. പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് എന്തല്ല എന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്ന്, ജീസസ് ഈസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് മെറ്റീരിയൽ പോവർട്ടി. ഭൗതികമാകുന്ന ഒരു പോവർട്ടിയെക്കുറിച്ചല്ല, ഒരു ദാരിദ്ര്യത്തെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല, he is not speaking about poverty in spiritual awareness. ആത്മീക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയെക്കുറിച്ചും അല്ല കർത്താവ് ഇവിടെ പറയുന്നത്. പലരും പറയുന്നത് ഉപദേശി അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ, അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെന്നേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും വർഷങ്ങൾ നമ്മൾ വീണ്ടും ജനിച്ചു, ഇത്രയും വർഷങ്ങൾ കൂട്ടായ്മയിൽ വന്നു, ഇപ്പോഴും ആത്മീക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കൊന്നും അറിയത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചാൽ മണി പോലെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ മറ്റേത് കാര്യം. കർത്താവിൻ്റെ കാലത്തെ പ്രശ്നം അതായിരുന്നു. കർത്താവ് അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ സന്ധ്യാസമയത്ത് മാനം ചുമന്നിരിക്കുമ്പം പറയും, ഇന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയും. നിങ്ങൾക്ക് അതറിയാം, യു നോ ദാറ്റ്. പക്ഷേ അറിയേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല. അതല്ലേ കർത്താവ് പറഞ്ഞേ? അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അവർക്കെല്ലാം അറിയാം, നമ്മളൊക്കെ മിടുക്കന്മാരാ, നമുക്കെല്ലാം പല കാര്യങ്ങളും അറിയാം. ബട്ട് വാട്ട് അബൌട്ട് ഇന്നും ഭക്ഷണമല്ല പാലത്രേ എന്ന് നിങ്ങൾക്ക് തരേണ്ടതെന്ന് 1-2 സഭകളോട് പറഞ്ഞതുപോലെ ഇന്നും പലരും. പ്രിയപ്പെട്ടവരെ, ആത്മീകമാകുന്ന അറിവില്ലായ്മ ഒരലങ്കാരമല്ല, അത് താഴ്മയുടെ അടയാളവുമല്ല. നേരെ മറിച്ച് അത് ലൗകികതയുടെ അടയാളമാണ്. എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത് ലൗകികതയുടെ അടയാളമാണ്. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു ആർ സ്റ്റിൽ നോട്ട് എ ഗ്രോൺ അപ്പ്, mature or maturing child of God. ബാക്കിയെല്ലാം അറിയാം. But when it comes to spiritual matters, we don't know anything. യേശു അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ പ്രൈഡിൻ്റെ, അഹംഭാവത്തിൻ്റെ വേറൊരു ഫോമുണ്ട്. എന്താണെന്നറിയോ? ഞാനൊരു പാവമാണ്. സത്യത്തിലുണ്ടല്ലോ, അത് അഹങ്കാരത്തിൻ്റെ വേറൊരു ഫോമാണ്. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ചിലരതാ പറയുന്നത്. നോ, ജീസസ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് that we go around and telling others I am nothing. He doesn't speak about that either. അതിനെക്കുറിച്ചുമല്ല കർത്താവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് കർത്താവ് ആത്മീക ദാരിദ്ര്യം എന്നതിനാൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? നിശ്ചയമായിട്ടും കർത്താവ് എപ്പോഴും റെഫർ ചെയ്യുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റാണ്. ഏത് കാര്യം പറഞ്ഞാലും യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെ
എഴുതിയിരിക്കുന്നതല്ലോ, അല്ലെങ്കിൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു. സോ a written word of God was the final court of appeal even to the Lord Jesus Christ, who is the second person of the Trinity, the Son of God. ദൈവപുത്രനായ ക്രിസ്തുവിനെ സംബന്ധിച്ചും അവസാന വാക്കെന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു. പിന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത്. അതെന്തിനെ കുറിച്ചാണ് പറഞ്ഞേ? അത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പഴയ നിയമ തിരുവെഴുത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തെയാണ് കർത്താവ് ഖണ്ഡിച്ചത്, അല്ലാതെ തിരുവെഴുത്തിനെ അല്ല. മനസ്സിലാക്കണേ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കുക. സോ അവർ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ ഈസ് ദി റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ഇറ്റ് വാസ് സോ with Jesus, and it was so with the apostles, and it should be until the coming of the Lord our rule book and measuring rod. നമ്മുടെയും അവസാനത്തെ വാക്ക് തിരുവെഴുത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ആത്മീക ദാരിദ്ര്യത്തെക്കുറിച്ച് ദൈവവചനം യേശു കർത്താവിൻ്റെ കാലത്ത് പഴയ നിയമ തിരുവെഴുത്ത് എന്താണ് പറഞ്ഞിരുന്നത്? ദാവീദ് ഇങ്ങനെ പറഞ്ഞു, "This poor man cried and the Lord heard him." ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. David was a king. But when he really understood his spiritual poverty, he said, "This poor man cried." ഈ എളിയവൻ, ഈ ദരിദ്രൻ നിലവിളിച്ചു, യഹോവ കേട്ടു. രണ്ട് വാക്യങ്ങളൂടെ വായിക്കാം. യെശയ്യാവ്, ഒരുപാട് വാക്യങ്ങളുണ്ട്, എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകേണ്ടതുകൊണ്ട് വായിക്കാം. യെശയ്യാവ് 57:15 ഒന്ന് വായിച്ചോളൂ. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം 57:15 and മറ്റൊരാൾ 66:2. ആ ആ ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ആ ആ നോക്കുക, ഞാൻ ഉന്നതനാണ്, ഞാൻ പിന്നെന്താണ്, പരിശുദ്ധനാണ്. പക്ഷെങ്കിൽ ഞാൻ വസിക്കുന്നത് ആരുടെ കൂടെ എന്നറിയാമോ? താഴ്മയുള്ളവരുടെ കൂടെ. താഴ്മയും മനസ്താപവും മനോവിനയവുമുള്ളവരുടെ കൂടെ വസിക്കുന്നു. ഒരു വാക്യം കൂടെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, കാരണം നമുക്ക് ഒരുപാട് കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാവ് 62:2. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ. നോക്കുക, അരിഷ്ടനായതും മനസ്സ് തകർന്നതും എന്തുകൊണ്ടാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ വചനത്തിങ്കൽ അവൻ വിറയ്ക്കുകയാണ്. വൈ? കർത്താവേ, അങ്ങയുടെ വിശുദ്ധിക്കും അങ്ങയുടെ പ്രമാണത്തിനും തക്കവണ്ണം എനിക്ക് ജീവിപ്പാൻ കഴിയുന്നില്ലല്ലോ. ഐ ട്രെമ്പിൾ. ആ മനുഷ്യൻ്റെ പേരാണെന്ത്?
ദരിദ്രൻ. He knows fully well he cannot live up to the standard God has set. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ജീവിപ്പാൻ എനിക്കാകുന്നില്ല എന്ന തിരിച്ചറിവ് എന്നെ എങ്ങോട്ട് കൊണ്ടുവരും? മനസ്സ് തകർന്ന് അരിഷ്ടൻ. നോക്കുക, അപ്പോൾ being poor in the spirit is the personal acknowledgement of spiritual bankruptcy. അതായത് വ്യക്തിപരമായി ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത് എനിക്ക് ഉയരുവാൻ കഴിയുന്നില്ല എന്നുള്ളതാകുന്ന ആ വ്യക്തിപരവും ബോധപൂർവവുമാകുന്ന ഏറ്റുപറച്ചിലിനാണ് പറയുന്നത് ആത്മാവിൽ ദരിദ്രൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, it is believing, not just lip service. Rather, it is believing in my heart, God, I don't have any spiritual resources to live up to your standard. അതായത്, ദൈവമേ, അങ്ങ് ആവശ്യപ്പെടുന്ന ആത്മീക നിലവാരത്തിലുള്ള ഒരു ജീവിതം നയിപ്പാനുള്ള ആത്മീക വിഭവശേഷി എനിക്കില്ല എന്ന തിരിച്ചറിവും ഏറ്റുപറച്ചിലുമാണ് ആത്മീക ദാരിദ്ര്യം. നമ്മൾ ചിന്തിക്കും, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഗിരിപ്രഭാഷണം താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഒരു ദിവസം ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശൻ്റെ ന്യായശാസ്ത്രിയുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ യു വിൽ സർട്ടൻലി നോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. നിങ്ങൾ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അതിന് പലരും പല ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തത് ഞാൻ പറഞ്ഞു. കാരണം താഴോട്ട് പറഞ്ഞിട്ടുണ്ട്, പരീശൻ്റെ നീതി എന്നാ? പരീശൻ ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപവസിക്കും. പിന്നെ മിൻറ്റിനും എന്താ പറയുന്നത്, അതിനു വരെ ദശാംശം കൊടുക്കും. അപ്പോൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരീശൻ 3 പ്രാവശ്യം ഉപവസിക്കുന്നു, നമ്മൾ കുറഞ്ഞത് 4 ദിവസമെങ്കിലും ഉപവസിക്കണം. പിന്നെ പരീശൻ 10% കൊടുക്കുന്നുണ്ട്, നമ്മൾ കുറഞ്ഞത് 11 കൊടുക്കണം. കാരണം പരീശൻ്റെ നീതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരുന്നു. എന്ത് എളുപ്പമായിരുന്നു അത് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ എളുപ്പമല്ലെന്ന്? തീർച്ചയായിട്ടും എളുപ്പമായിരുന്നു. കാരണം എന്നാ? സ്വർഗരാജ്യം ഉറപ്പാണെങ്കിൽ ഞാൻ 10 വർഷം മുമ്പേ മരിച്ചു പോയാലും എനിക്കതൊന്നും വിഷയമല്ല, ഉറപ്പാണെങ്കിൽ. കാരണം 4 ദിവസം ഉപവസിച്ചാൽ സ്വർഗത്തിൽ പോകെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്, ഉറപ്പ് തന്നാൽ. പിന്നെ 10% അല്ല 15% ഞാൻ കൊടുക്കും, പട്ടിണി കിടന്നാലും, സ്വർഗരാജ്യം ഉറപ്പാണെങ്കിൽ. പക്ഷെ അവിടുത്തെ പ്രശ്നം അതല്ല. അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്താണ് പരീശൻ്റെയും ന്യായശാസ്ത്രിയുടെ നീതി എന്ന് താഴോട്ട് യേശു പറയുന്നുണ്ട്. കൊല ചെയ്യരുത് എന്ന് അവരോട് അരുളി ചെയ്തിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അപ്പോൾ പരീശന്റെ നീതി എന്ന് പറഞ്ഞാൽ, ഒരുവൻ കൊലപാതകിയാകണമെങ്കിൽ ഒരുവനെ കൊല്ലണം. അല്ല, ഞാൻ ഒരുവനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട എൻ്റെ കഴിവുകേട് കൊണ്ട് എന്നെക്കാളും വലിയൊരു മനുഷ്യനെതിരെ ഞാനൊരു വടിയെടുത്തുകൊണ്ട് പോവാം, അടിച്ച് കൊല്ലാൻ പോവാം. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ വടിയും പിടിച്ച് ഓടിച്ച് ഒരു ഏറും കൊടുത്ത് എനിക്കൊരു പൊട്ടിയിലും തന്ന് വിട്ടാൽ എന്നാ സംഭവം? ഞാൻ കൊന്നൊന്നുമില്ല. അതെൻ്റെ കഴിവില്ലായ്മ ഉണ്ടാ. അപ്പോൾ
പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ പണ്ടാരോട് പറഞ്ഞ പോലെ എല്ലാവരോടും ഭയങ്കര കോപമാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര മുൻകോപമാണ് കേട്ടോ. അതെൻ്റെ വല്യപ്പനുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പച്ചനുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പച്ചനുണ്ടായിരുന്നു, എനിക്കുമുണ്ട്. ഭയങ്കര അഭിമാനത്തോടാണ് പറയുന്നത്. എന്നാൽ വിസ ഇൻ്റർവ്യൂവിന് ചെന്ന് അവിടെ നിൽക്കുമ്പോഴേ അവർ മറിച്ചും തിരിച്ചും അതും ഇതും എല്ലാം ചോദിക്കും. നീ പോടാകുവേ എന്ന് പറഞ്ഞേച്ചു വരുന്ന ആരേലും മഹാന്മാർ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കറിയാം എവിടാണ് എന്ത് ചെലവാകുന്നതെന്നറിയാം. ഭാര്യയുടെ അടുത്ത് ചെലവാകുന്നത് എന്താണെന്നറിയാം. ഇനിയും ബോസിൻ്റെ അടുത്ത് ചെലവാകാത്തതും ഭാര്യയുടെ അടുത്ത് ചെലവാകുമെന്നറിയാം. ഇനിയും ഭാര്യയുടെ അടുത്ത് ചെലവാകാത്തത് ചിലപ്പോൾ സഭയെ ചെലവാകുമെന്നും നമുക്കറിയാം. പിണങ്ങല്ലേ പിണങ്ങല്ലേ പിണങ്ങല്ലേ. അപ്പം നമുക്കെല്ലാം അറിയാം. യേശു എന്നാ പറഞ്ഞേ, അത്രയൊന്നും വേണ്ട കൊലപാതകം ചെയ്യാൻ. പിന്നെന്താ? ആ വാക്യം ഒന്ന് വായിക്കാമോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണേ. ദശാംശത്തിന് പകരം ദശാംശം എന്ന് നമ്മൾ വിളിക്കുന്ന ശതാംശത്തിനും സഹസ്രാബ്ദത്തിനും പകരം നമ്മൾ പേര് വിളിക്കുന്നതാണ് അത്. അതൊന്നും ദശാംശമൊന്നുമല്ല, ചുമ്മാ പറയല്ലേ, വെറുതെ പറയാന്നേ. എന്തിനാ ഈ ദശാംശം എന്നുള്ള വാക്കങ്ങ് മാറ്റ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾ എന്നോട് ചോദിക്കും, ഉപദേശി അത് തന്നില്ലേ, ഉപദേശി എങ്ങനെ ജീവിക്കും? കൊടുക്കാതിരുന്ന് നോക്ക്, ഉപദേശി ജീവിക്കുമോ എന്നറിയാം. ഞാൻ പറഞ്ഞ എന്നാ, എനിക്കറിയാം നിങ്ങളത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഇനി എടുത്താൽ പോലും എനിക്ക് വിഷയമല്ല. ഉപദേശിക്ക് പേഴ്സണലി തരുന്ന കാര്യമല്ലേ. ഐ ഡോണ്ട് എൻകറേജ് ദാറ്റ്. പ്ലീസ് ഗിവ് ഇറ്റ് ടു ദ ചർച്ച്. ഇവിടല്ലേ വന്ന് നമ്മൾ വചനം കേൾക്കുന്നത്. സോ ഗിവ് ഇറ്റ് ടു ദ ചർച്ച്. ഇവിടുന്നല്ലേ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നത്. ഓക്കെ, എനിവേ, അത് വേണ്ടാത്ത കാര്യമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നത് ക്ഷമിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ പുറമേ ഉള്ള ചില കാര്യങ്ങളായിരുന്നു ദൈവരാജ്യത്തിൻ്റെ നീതി എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ 100 അല്ല 150 മാർക്കിൽ പാസ്സായേനെ. പക്ഷെങ്കിൽ അതല്ല ഇവിടുത്തെ വിഷയം. കർത്താവ് പറയുക, സഹോദരനോട് ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ, സഹോദരനോട് നീരസം ഉണ്ടെങ്കിൽ, നീ ഓൾറെഡി ദൈവത്തിൻ്റെ കോടതിക്ക് മുൻപാകെ കുറ്റക്കാരനായി. നിന്റെ നീതി പരീശൻ്റെയും ന്യായശാസ്ത്രിയുടെയും നീതിയെ കവിഞ്ഞില്ല. അതിനൊക്കെ വളരെ താഴെയാ നീ. പ്രിയപ്പെട്ടവരെ, ദൈവനീതി എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാ ഹൗ ബാങ്ക്രപ്റ്റ് വി ആർ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് പോൾ പറയുന്നത് പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണേ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് പിന്നെ പറഞ്ഞേ, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കും. കാരണം പിന്നെ പറയുന്നുണ്ട്, ഒരു ബിയാറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ട്. ശിഷ്യൻ്റെ ഒരു ഗുണങ്ങളിൽ, പല ഗുണങ്ങളിൽ ഒരു ഗുണം, അവൻ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവനാ. കാരണം അവന് വിശന്ന് ദാഹിച്ചേ പറ്റൂ, അല്ലാതെ വഴിയില്ല. കാരണം അവനറിയാം ദൈവത്തിൻ്റെ നീതിയുടെ ഉയരം എത്രയാണെന്നൊരു ശിഷ്യൻ അറിയാം. അവനറിയാം അവൻ ക്വാളിഫൈ ചെയ്യുകയല്ലെന്നറിയാം. സോ അവൻ കരയുകയല്ലാതെ, അവൻ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുകയല്ലാതെ വേറെ ഏത് ഓപ്ഷനാ ഉള്ളത്? ദൈവം കരുണ ചെയ്യാതെ എന്തേലും സാധിക്കുമോ? നമ്മുടെ അഹംഭാവമെല്ലാം താഴെ വീഴുകയല്ലേ?
This is spiritual poverty. നാം എല്ലാവരും വ്യക്തികളായിട്ടും സഭയായിട്ടും ഒരു സ്പിരിച്വൽ പോവർട്ടിയിലേക്ക് വന്നാൽ, നമ്പർ 1, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പോരായ്മകൾ ശരിയാകും കേട്ടോ. അതിന് കൗൺസിലേഴ്സിന്റെ അടുക്ക ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ പ്രശ്നം ആത്മീകമാണ്. നമ്മുടെ പ്രശ്നം ഭൗതികമല്ല. ഞാൻ മനസ്സിലാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഐ ആം എ ഗുഡ് ഹസ്ബൻഡ് എന്നാ. ബട്ട് താങ്ക് ഗോഡ്, God has joined with me a life partner, and she tells me this is where you go wrong. Then I realize, Lord, I am not as great a husband I thought I was. Lord, I need your grace. ഞാൻ എന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പറഞ്ഞ മനസ്സിലായോ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയണം. ഇത് ശിഷ്യനെ സംബന്ധിച്ച, വീണ്ടും ജനനം സംഭവിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഹി വിൽ ട്രംബിൾ. മനസ്സ് തകരും. കർത്താവേ, ഞാൻ അങ്ങനെ അല്ലല്ലോ, ഞാൻ അതുപോലെ അല്ലല്ലോ കർത്താവേ. പുറമേ നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, പക്ഷെങ്കിൽ ഡീപ്പ് വിതിൻ ഐ എം നോട്ട് ദ വേ യു ഡിസ്ക്രൈബ് എ ക്രിസ്ത്യൻ, എ ഡിസൈപ്പിൾ ഇൻ യുവർ വേർഡ് എന്ന് പറയുന്ന ഈ ടീച്ചിങ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാ നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അങ്ങനെ വിളിച്ച ഈ ജീവിതം നയിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്ന ഒന്നും എനിക്കില്ല. I don't have what it takes to live the life for which you have called me, Lord. എന്നെ എന്തിനു വേണ്ടി അങ്ങ് വിളിച്ചത്? അതുകൊണ്ടാണ് പോൾ പിന്നീട് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, that you may know the hope of his call. അവന്റെ വിളിയുടെ ആശ ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. എന്തിനാ വിളിച്ചത്? ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്രേ വിളിച്ചത്. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചു. അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. Why God has called me? When you go through the word, when you prayerfully meditate the word of God, നമുക്കറിയാം, കർത്താവേ ഞാൻ എത്ര ദരിദ്രനാണ്. I am not qualified. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് ഹന്നായുടെ പാട്ടിൽ ഇങ്ങനെയുണ്ട്, ധനസംബന്ധരെ വെറുതെ മടക്കി അയക്കും, എന്നാൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. പലരും ചിന്തിക്കുന്നത് ഓല കെട്ടിയ വീട്ടിലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ടെറസിൻ്റെ വീട്ടിലാണ്. ഓഫ് കോഴ്സ് അതൊക്കെ ദൈവം, അതൊക്കെ സിമ്പിൾ കാര്യമാണേ. അതിനു വേണ്ടിയിട്ടൊന്നുമല്ല കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതിന് കർത്താവിനെ ലോകത്തിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ? അതിന് ക്രൂശിൽ സ്വന്തം പുത്രൻ ചങ്കിലെ ചോര തരേണ്ട കാര്യമുണ്ടോ? നമുക്ക് BMW കാർ തരാൻ, മെഴ്സിഡസ് കാർ തരാൻ, ജാഗ്വാർ കാർ തരാൻ? നോ. അതിന് വല്ല കാര്യമുണ്ടോ? അതിനൊരു വാക്ക് പറഞ്ഞാൽ പോരെ? കുറെ സ്തുതി പാഠകരെ അവിടെ ഉണ്ടാക്കിയിട്ട് പറയാ, നിങ്ങളൊന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് തരാം, അതുപോരെ? അതാണോ ദൈവം ചെയ്തത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ
പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. So the purpose of God is higher than we ever thought of. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ഇതിനു വേണ്ടിയിട്ടാ ദൈവം നമ്മളെ വിളിച്ചത്. വളരെ പെട്ടെന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 9 മുതൽ 14 വരെ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു ചുങ്കക്കാരനും ഒരു പരീശനും. സോ ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീപ്പ് റിപ്പൻറ്റൻസ്. മാനസാന്തരം ഒരിക്കൽ മാത്രമല്ല, ഒരു ശിഷ്യന് മാനസാന്തരം എപ്പോഴും ഉണ്ടാകും. ഡീപ്പ് റിപ്പൻറ്റൻസ് ഇൻ ഹിസ് ലൈഫ്. കർത്താവ് പറഞ്ഞു, ആ പരീശൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്യും. എന്നിട്ട് ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ വി എ തോമസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പരീശൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു, അവസാനം ആ കോണി നിൽക്കുന്ന ചുങ്കക്കാരൻ്റെ നെഞ്ചിനിട്ടൊരു കുത്തും കൊടുത്തു. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ലായ്കയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പക്ഷെ ഇന്ന് പെന്തക്കോസ്തുകാർ പറയുന്നത്, കർത്താവേ, ഞാൻ ആ പരീശനെ പോലെ അല്ലായ്കയാൽ നിന്നെ സ്തുതിക്കണം. എന്നുവെച്ചാൽ അവിടെ എന്താ? സെൽഫ് റൈച്ചസ്നെസ്സാ, സ്വയനീതിയാ. കാരണം ഞാൻ ആ പരീശനെ പോലെ അല്ല കേട്ടോ. ഐ എം നോട്ട്. കർത്താവ് ഡിസ്പൈസ് ചെയ്ത പരീശനെ പോലെ അല്ല ഞാൻ. നോ. ആരാ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിൽ പോയെ? നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയത് 18-13. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാണ്, ഹാവ് മെർസി ഓൺ മീ ഗോഡ്. അതിൻ്റെ പേരാണ് പോവർട്ടി ഓഫ് സ്പിരിറ്റ്. ഈ പോവർട്ടി ഓഫ് സ്പിരിറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഒരു വലിയ ഗുണമുണ്ട് കേട്ടോ. ആ ഗുണം എന്നാണെന്നറിയാമോ? നമുക്ക് ഇന്ന് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം ദൈവം നമ്മിൽ അങ്ങ് ചെയ്യും. അതാ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പഴയ നിയമത്തിലെ ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ജഡ്ജസിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. കർത്താവ് വന്നേച്ച് പറഞ്ഞു, അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് വന്നേച്ച് പറഞ്ഞു, നീ ഇസ്രായേലിനെ രക്ഷിക്കാൻ പോകാം, പരാക്രമശാലിയായ ഗിദെയോനെ എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും 6:15 അദ്ദേഹം പറഞ്ഞു എന്നറിയാം, കർത്താവേ, ഞാൻ എങ്ങനെയാണ്, എൻ്റെ കുലം ഏറ്റവും എളിയതാ, ഇനിയും എൻ്റെ കുലോൻ ചെറുതാ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാ. ഹൗ ക്യാൻ ദിസ് ബി പോസിബിൾ ലോർഡ്? കർത്താവിനോട് പറയുന്നത് എന്നാണെന്നറിയാം? കർത്താവ് പറയുന്ന വാക്ക്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഓക്കെ, സി, അതാണ് അതിൻ്റെ വിഷയം. യു നോ ദാറ്റ് യു ആർ ദ ലീസ്റ്റ്. യു നോ യു cannot deliver people from the clutches of the enemy. You know you are the least of your clan. So
don't worry. Since you know that, I'll be with you. ആരുടെ കൂടെ കർത്താവ് ഇരിക്കുന്നതെന്നറിയോ? താഴ്മയും മനോസ്ഥാപവും മനോവിനയവുമുള്ളവന്റെ കൂടെ കർത്താവ് ഇരിക്കും. Since I know I cannot, Lord. കർത്താവെ എനിക്കൊക്കെയാണെന്ന് എനിക്കറിയാം. സോ പോവർട്ടി ഓഫ് സ്പിരിറ്റ് ഉള്ളവൻ അവനറിയാം അവൻ ഏറ്റവും ചെറിയവനാണെന്ന്. പക്ഷേ he will find himself routing an army. ഒരു വലിയ പടക്കൂട്ടത്തെ തുരത്തി ഓടിക്കുന്നത് അവൻ കാണും. എന്തുകൊണ്ടാ? He is poor. He is poor. മനസ്സിലായോ? ആത്മീക വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് പിടികിട്ടിയോ? ദൈവരാജ്യത്തിന്റെ നീതി എങ്ങനെയാ നമ്മിലേക്ക് വരുന്നതെന്ന് മനസ്സിലായോ? ഇങ്ങനെയേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദരിദ്രനോട് സുവിശേഷം അറിയിക്കുന്നു. ധനസമ്പന്നനോട് പറയാനില്ലെന്നേ. ഇന്നും എനിക്കത് തന്നെയാ പറയാനുള്ളത്. ദരിദ്രരോടാണ് ഈ വാക്കുകൾ. ധനസമ്പന്നരോടൊന്നും പറയാനില്ല. ധനസമ്പന്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് വലിയ വീടും കാറും ഉള്ളവർ അല്ല. ആത്മീകമായി ഞാൻ ഓക്കെ ആണെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മെസ്സേജ് ഒന്നുമല്ല. എന്നാൽ he who knows, Lord, I am poor and needy. കർത്താവേ, ഞാൻ എളിയവനും ദരിദ്രനുമാണ്. എനിക്കറിയാം കർത്താവേ. ഹെൽപ്പ് മീ ലോർഡ്. കർത്താവ് പറയും, ഡോണ്ട് വറി, I'll be with you. I'll be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഒരു ശതാധിപനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാം പറയുക, അവൻ ഭയങ്കര ഗ്രേറ്റ് ആണെന്നേ, അവൻ നമ്മുടെ ജാതിക്കാർക്കൊരു പള്ളി വരെ പണിത് കൊടുത്ത ആളാണ്. ഹീ ഈസ് സോ ഗ്രേറ്റ്. ആരാ പറയുന്നേ? നാട്ടുകാർ. പക്ഷെ അവനെന്നാ പറയുന്നേ? നിന്റെ അടുക്കൽ വരുവാൻ, കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല കേട്ടോ. അവിടെ എഴുതിയേക്കുന്നത് ജീസസ് മാർവൽഡ്. എന്നിട്ട് പറയാ, ഇസ്രയേലിലൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ that you will make you a humble person first place. The more faith you have, the more humble you are. യേശു കർത്താവ് മാർവൽ ചെയ്ത, ഇസ്രായേലിലൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറയാ, കർത്താവേ, I don't think I am worthy. ഇതിൻ്റെ പേരാണ് സ്പിരിച്വൽ പോവർട്ടി. എന്നാൽ എനിക്കറിയാം സമയം അതിക്രമിച്ചിരിക്കുന്നു. പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. വേദഭാഗങ്ങൾ വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 2 പിക്ചേഴ്സ് ഞാൻ കാണിക്കാം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം ആത്മാവ് സഭകളോട് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാ. അപ്പോൾ ആത്മാവ് സഭകളോട് പറഞ്ഞു, എന്നോടാ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3:17-18 ഒന്ന് വായിച്ചേ. ലവോദിക്യ സഭ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും. നോക്കാം. അപ്പൊ ലവോദിക്കക്കാരൻ ചിന്തിച്ചേന, നമ്മുടെ വല്യപ്പച്ചന്മാര് കഷ്ടപ്പെട്ടുകൊണ്ട് ദൈവം ഞങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിച്ച് കർത്താവ് നോക്കിയിട്ട് പറയാ, നീ പറയുന്നത് നീ ധനവാനാണ്, സമ്പന്നനാണ്, ഒന്നിനും മുട്ടില്ലാത്തവനാണ്. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ നീ ധനവാൻ, സമ്പന്നൻ, ഒന്നിനും മുട്ടില്ലാത്തവനാ. പക്ഷെങ്കിൽ when I look, നീ എങ്ങനെ ആയിരിക്കുന്നേ? നീ നിർഭാഗ്യൻ. നീ ഭാഗ്യവാനൊന്നുമല്ല. നീ പറയും നീ ഭാഗ്യവാനാന്ന്. എന്താ? ഞാൻ ധനവാനാ. പക്ഷെ കർത്താവ് എന്നാ പറയുന്നേ? നീ നിർഭാഗ്യവാൻ.
പിന്നെ വായിച്ചു. അരിഷ്ടനും അരിഷ്ടൻ വായിച്ചു. ദരിദ്രനും എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കുരുടനും കുരുടനും നഗ്നനും എന്നു അറിയാതിരിക്കാൻ. അവന്റെ പ്രശ്നം ഇവൻ നഗ്നനും കുരുടനും ദരിദ്രനും ആണെന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അത് ആയിരുന്ന കുഴപ്പമില്ല. പക്ഷെ അവന്റെ പ്രശ്നം ഇത് അവൻ അറിയത്തില്ലെന്നുള്ളതാ. ഇതറിയത്തില്ലെന്ന് നിനക്ക് അറിയത്തേയില്ല. നീ ചിന്തിക്കുന്നത് നീ ധനവാനാണെന്നാ. നീ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് കർത്താവ് ഉത്തരം തന്നു, സോ ഐ എം ഓൾ റൈറ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദയ എന്താണെന്നറിയാമോ? കരയുന്ന കാക്ക കുഞ്ഞിന് വരെ അതതിന്റെ സമയത്ത് ആഹാരം കൊടുക്കുന്ന കരുണയുള്ള ദൈവമാ. അതുകൊണ്ട് ആഹാരം കിട്ടിയതുകൊണ്ട്, അതുകൊണ്ട് വീട് കിട്ടിയതുകൊണ്ട്, അതുകൊണ്ട് ധനം കിട്ടിയതുകൊണ്ട് ഗോഡ് ഹാസ് അപ്രൂവ്ഡ് മീ എന്ന് ചിന്തിക്കരുത്. നോ. കർത്താവ് പറയുന്നതിനാ, നീ ദരിദ്രനും കുരുടനും നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. എന്നാൽ വേറൊരു സഭയുണ്ട്, 2:8, സ്മുർന സഭ, അനദർ ചർച്ച്. എഴുതുക. അരുളി ചെയ്യുന്നത്, ഓ ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. ശ്രദ്ധിക്കണേ, they are in deep physical poverty. They don't have any claim. സ്മുർന സഭക്കാര് അല്ല, ഈ മാസയോഗം നടക്കുമ്പം ലവോദിക്ക സഭക്കാരും എന്ന് പറയും, കണ്ടോ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങള് BMW അല്ല, സോറി വേറെ ഏതെങ്കിലും പേരുള്ള കാറുണ്ടോ ഇവിടെ ഇല്ലാത്ത? മസറാട്ടി അല്ലേ? ഞങ്ങൾ മസറാട്ടി അല്ല വരുന്നത്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. മാസയോഗത്തിന് ലവോദിക്ക സഭയുടെ ദൂതൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞേ. സ്മുർന സഭയുടെ ദൂതൻ എഴുന്നേറ്റ് പറയും, സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് യഹൂദന്മാരെന്ന് പേരുണ്ടെങ്കിലും സാത്താൻ്റെ പള്ളിക്കാരാകുന്നവർ ഒത്തിരി ഉപദ്രവിച്ചു കേട്ടോ, പ്രാർത്ഥിക്കണേ. അപ്പം ലവോദിക്ക സഭക്കാർ പറയാ, അത് നിൻ്റെ ഏതാണ്ട് കയ്യിലിരിപ്പുണ്ട അല്ലേ, അത് നിൻ്റെ കയ്യിലിരിപ്പുണ്ട് പറ്റിയ. പക്ഷെ ദൈവം എന്നാ പറഞ്ഞെന്ന് വായിച്ചേ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. നീ ധനവാനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ആരാ ധനവാൻ? Those who know. അവർ കർത്താവിൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കാൻ അവർക്കൊരു മടിയില്ല. കർത്താവ് പറയാ, യു ആർ റിച്ച്. അവർ കർത്താവിൻ്റെ വചനത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാ. അവർ പറയുമ്പോൾ ഇയാളെക്കാളും വലിയ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരല്ല സ്മുർന സഭക്കാർ. അവരെന്നാ പറയുന്നേ? ലോർഡ്, അയ്യോ ഞാൻ തുറന്നു കാട്ടപ്പെട്ടല്ലോ, ഇതാണോ ഞാൻ? എന്നാ ഹാവ് മെർസി ഓൺ മീ ലോർഡ്. അവനെ എന്താ വിളിച്ചത്? നീ ധന്യനാ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. സോ ഡോണ്ട് വറി what you are about to go through. Don't worry. ഞാൻ എൻ്റെ ചിന്ത തീർന്നില്ല, പല കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവമെന്ന് വെച്ചാൽ സാവകാശം മതിയല്ലോ. ഏതായാലും പോകുന്നതിന് മുമ്പേ പറഞ്ഞു തീർക്കാൻ, ബിയാറ്റിറ്റ്യൂഡ് പറഞ്ഞു തീർക്കാനുള്ള സമയമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ, ലോർഡ് give me that spiritual poverty, which in fact is the greatest blessing. കർത്താവേ, ഏറ്റവും ധന്യമായിരിക്കുന്ന ആത്മീക ദാരിദ്ര്യം എനിക്ക് തരണമേ കർത്താവേ. എനിക്ക് എൻ്റെ കയ്യിലില്ല കർത്താവേ. അങ്ങയുടെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. കാരണം സ്വർഗരാജ്യത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ
പരീശൻ്റെ ശാസ്ത്രിയുടെ നീതി പോലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കർത്താവേ, ഹെൽപ്പ് മീ ലോർഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ആർക്ക് പ്രാർത്ഥിപ്പാൻ? എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവസഭയെ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. നമ്മളാരും ആരെക്കാളും കേമന്മാരോ വലിയവരോ ചെറിയവരോ അല്ല. നമ്മളെല്ലാം ദൈവസന്നിധാനത്തിൽ ഒന്നുപോലെ. Let us pray. Lord, send us that revival for which we have been praying. Take the bad name of this church, Lord. Let that revival begin in me, Lord. ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം.